ആദ്യം ശ്രീ രാഹുൽ ഈശ്വർ ചേരുന്നു. താഴമൺ തന്ത്രി കുടുംബാംഗം കൂടിയാണ് രാഹുൽ ഈശ്വർ. ശ്രീ രാഹുൽ ഈശ്വർ, ശബരിമല തന്ത്രി തന്നെ സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലാവുകയാണ്. അത് ഭക്തരുടെ വിശ്വാസത്തിനേറ്റ കനത്ത പ്രഹരം എന്ന് തന്നെ പറയേണ്ടി വരും. പിതൃസ്ഥാനീയൻ തന്നെ അയ്യന്റെ സ്വർണം കട്ടതിൽ അറസ്റ്റിൽ. ശ്രീ മഞ്ജുഷ്, രണ്ട് കാര്യങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ 9 വിധിന്യായങ്ങളുണ്ട്, ഇടക്കാല വിധിന്യായങ്ങൾ. അതിൽ ഒന്നിലെങ്കിലും തന്ത്രിയെക്കുറിച്ച് ഏതെങ്കിലും നെഗറ്റീവ് പരാമർശമെങ്കിലും ഉണ്ടോ? രണ്ട്, തന്ത്രിക്ക് ഏതെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ ഉത്തരവാദിത്വം ഉണ്ടോ? ആചാര കാര്യങ്ങളിൽ മാത്രമല്ലേ ഉത്തരവാദിത്വം? അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ, ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് വീഴ്ചയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ ഉത്തരവാദിയല്ലാത്ത തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതിന് പിന്നിൽ വേറെ എന്തെങ്കിലും താല്പര്യമുണ്ടെന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയുമോ? പിന്നെ ശ്രീ മഞ്ജുഷ് ഒരു വളരെ പ്രമുഖ മാധ്യമപ്രവർത്തകനാണ്. എൻ്റെ ഒരു സംശയം സാധാരണ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ചോദിച്ചോട്ടെ, എന്തിനാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്? തന്ത്രി എന്ത് തെറ്റാ ചെയ്തതെന്ന് അങ്ങ് മനസ്സിലാക്കുന്നത്? ഒരു കാര്യമുണ്ട്, തന്ത്രിയെ അറസ്റ്റ് ചെയ്യുവാനുള്ള സ്പെസിഫിക് ആയുള്ള കാരണം റിമാൻഡ് റിപ്പോർട്ട് വന്നാലേ അറിയാൻ കഴിയൂ. പക്ഷേ പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലേ പോകാൻ കഴിയൂ. അതാണ് പോലീസ് ചെയ്യുന്നത്. അതിൽ നേരത്തെ വിധിയിൽ പറയാത്തവയും ഉണ്ടാവും. താങ്കൾ ഇപ്പോഴും ഹൈക്കോടതിയുടെ പഴയ ഉത്തരവുകളിൽ തന്ത്രിയുടെ പേരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡിഫൻസ് എടുക്കുകയാണ്. അത് ശരിയല്ല. പുതിയ അന്വേഷണങ്ങൾ ഉണ്ടാകും. അങ്ങനെയാണ് തന്ത്രിയുടെ അറസ്റ്റിലേക്ക് വന്നത്. നമുക്ക് ഇവരെ എന്താണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതായത് ലഭ്യമായ മാധ്യമ വാർത്തകളിൽ നിന്ന് രണ്ട് കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുമ്പേ അറിയാമായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാവുന്നവരെല്ലാം അറസ്റ്റ് ചെയ്താൽ ഈ നാട്ടിൽ എത്ര പേരെ അറസ്റ്റ് ചെയ്യേണ്ടി വരും? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാന്നുള്ളൊരു തെറ്റാണോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ഒന്ന് ഫോട്ടോ എടുത്ത തെറ്റാണോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശക്തനാക്കിയത് ശബരിമല തന്ത്രിയാണ് എന്നൊക്കെ പറഞ്ഞാണ് ചില ആൾക്കാർ വാർത്ത കൊടുക്കുന്നത്. ഡീറ്റെയിൽ റിമാൻഡ് റിപ്പോർട്ട് വന്നാലേ അറിയാൻ പറ്റൂ. പക്ഷെ തന്ത്രിയുടെ ഭാഗത്ത് ചെയ്ത തെറ്റെന്താ? യഥാർത്ഥത്തിൽ ഭരണപരമായൊരു വീഴ്ചയല്ലേ, നയപരമായൊരു കൊള്ളയല്ലേ, അഡ്മിനിസ്ട്രേറ്റീവ് പരാജയമല്ലേ? അതിന് ആചാര കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന തന്ത്രിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് നമ്മൾ കുറച്ചുകൂടി അവധാനം. അത് സ്വർണ്ണക്കൊള്ളയെ ഇത്രയും നിസ്സാരമായി താങ്കൾ കാണരുത്. താങ്കൾ പറയുന്ന പോലെയാണെങ്കിൽ ഒപ്പിട്ടവർ മാത്രം അറസ്റ്റിലായാൽ മതി. പക്ഷെ അങ്ങനെയല്ലല്ലോ. ഇനി ചിലപ്പോൾ ഒപ്പിട്ടവരിൽ ചിലർ നിരപരാധികൾ പോലും ആകാം. അതിനുമപ്പുറം വാക്കാൽ നിർദ്ദേശം, നിർബന്ധിക്കൽ, ഇതൊക്കെയുണ്ട്. തന്ത്രിയുടെ സ്വാധീനവും അധികാരവും അത്രത്തോളം. ഇതിന് 3 തലമുണ്ട്. മൂന്നാമത്തെ തലമാണ് ശ്രീ രമേശ് ചെന്നിത്തലയൊക്കെ സൂചിപ്പിച്ച 500 കോടിയോ 1000 കോടിക്കോ വിൽപ്പന നടന്നിട്ടുണ്ടോ അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ തലമാണ് ഇത് ഒപ്പിട്ടവരുടെ ഉത്തരവാദിത്തം. മൂന്നാമത്തെ തലമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ. ഇതിൽ തന്ത്രി മൂന്നാമതല്ലേ വരുള്ളൂ. തന്ത്രിക്ക് ദേവസ്വം ബോർഡ് ഇത് മാറ്റണം, സ്വർണം പൂശിയ അല്ലെങ്കിൽ സ്വർണം പതിച്ച ചെമ്പുപാളികൾ മാറ്റണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുക്കുന്നു. തന്ത്രി അനുമതി കൊടുക്കുന്നു. തന്ത്രി ഇതിൽ എന്താ തെറ്റ് ചെയ്തത്? അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് പരിചയമുണ്ട് എന്നുള്ള ഒരൊറ്റ കാരണം പറഞ്ഞല്ലേ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അല്ല, തെറ്റിദ്ധരിപ്പിക്കലാണ്. രാഹുൽ, തന്ത്രി എന്ത് തെറ്റ് ചെയ്തു എന്നാണെങ്കിൽ അനുമതി കൊടുത്തു എന്നേ ഉള്ളൂ എന്ന് താങ്കൾ പറയുമ്പോൾ അതാണ് തെറ്റ്. സ്വർണം പൊതിഞ്ഞതാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അത് അദ്ദേഹം സമ്മതിച്ചിട്ടുള്ളതുമാണ്. 98, 99 കാലഘട്ടത്തിൽ സ്വർണം പൊതിഞ്ഞതാണെന്ന് അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് പിന്നെ സ്വർണം പൂശാൻ കൊടുത്തു വിട്ടതും ശ്രീ രാഹുൽ. പക്ഷെ തന്ത്രി സ്വർണ്ണപ്പണിക്കാരനല്ലല്ലോ. കണ്ഠരർ രാജീവർക്കോ കണ്ഠരർ മോഹനർക്കോ അല്ലെങ്കിൽ മഹാനായ എന്റെ മുത്തശ്ശൻ കണ്ഠരർ മഹേശ്വർക്കോ സ്വർണം പതിച്ചതും പൂശിയതും നമുക്ക് വ്യത്യാസം അറിയോ? ശ്രീ മഞ്ജുഷിനും അറിയില്ല, രാഹുൽ ഈശ്വറിനും അറിയില്ല. ശരിയല്ലേ? സ്വർണം പതിച്ചതും സ്വർണം വ്യത്യാസം നമുക്കറിയാമോ? അല്ലല്ല, അതല്ല ഞാൻ പറഞ്ഞത്. 98, 99 കാലത്ത് സ്വർണം പൊതിഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അതല്ല, അതുകൊണ്ടാണ് സ്വർണം പൊതിഞ്ഞവയാണെന്ന് അദ്ദേഹം ഇപ്പോഴും പറയുന്നത്. അവിടെ സ്വർണ്ണപ്പണിക്കാരനാകേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഇത് കൊടുത്തുവിട്ടതിന് ന്യായീകരണമായിട്ട് പറയുന്നത് തകർത്തുപോയി എന്നാണ്. എല്ലാ ദിവസവും അവിടെ പോയി ഒപ്പിയെടുക്കുന്നതല്ലേ? നിങ്ങളുടെ ക്യാമറ കണ്ണുകൾക്ക് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലേ? ഹൈക്കോടതി അവിടെ ഉണ്ടായിരുന്നല്ലോ, ഹൈക്കോടതിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലേ? എന്ത് ബേസ് എന്താ? തന്ത്രി ഏത് വകുപ്പിലാണ് തന്ത്രിയെ അകത്തിട്ടിരിക്കുന്നതെന്നൊന്ന് അറിയണ്ടേ? തന്ത്രി അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ എന്താണെന്നറിയാമോ? അഴിമതി നിരോധന വകുപ്പ് പ്രകാരമാണ് തന്ത്രിയെ കുടുക്കിയതെന്നാണ്. എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് തന്ത്രി ശമ്പളം മേടിക്കുന്നു. ശരിക്കും ശമ്പളമല്ല, ദക്ഷിണ പോലുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തന്ത്രി എങ്ങനെയാണ്? ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരനാണോ? സർക്കാരിന്റെ ജീവനക്കാരനാണോ തന്ത്രി? അഴിമതി നിരോധന വകുപ്പ് പ്രകാരം എന്നാണ് ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. അറിയില്ല, കൂടുതൽ ഡീറ്റെയിൽസ് വരട്ടെ. അപ്പം തന്ത്രിയെ ഏത് വകുപ്പ് ചേർക്കുന്നത്? അല്ല, അന്വേഷണ സംഘത്തിന് പല തെളിവും കിട്ടിയിട്ടുണ്ടാവും രാഹുൽ. ഒരുമിച്ച് സഞ്ചരിച്ച കാര്യങ്ങൾ പോറ്റിയുമായിട്ടുണ്ടാവും, ഫോൺ കോളുകൾ ഉണ്ടാകും. പോറ്റിയെ എങ്ങനെ തന്ത്രി ശബരിമലയിൽ കൊണ്ടുവന്നു, പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടുന്നതിൽ തന്ത്രിയുടെ നിർബന്ധിക്കലുണ്ടോ, സ്വാധീനമുണ്ടോ, തന്ത്രിയുടെ നിർദ്ദേശമുണ്ടോ, ഇതൊക്കെ വരാം. ബന്ധം ആയിക്കോട്ടെ. ഇവർക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ഈ കൊള്ളയിൽ അദ്ദേഹം പങ്കുണ്ടെന്നാണോ? ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി പിണറായി വിജയൻ സഖാവിന്റെ കൂടെ, വാസവൻ സഖാവിന്റെ കൂടെ, സോണിയാഗാന്ധിയുടെ കൂടെ, മറ്റു പല നേതാക്കളുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ട് അവരെല്ലാം അറസ്റ്റ് ചെയ്യാൻ പറ്റൂ? ഇവിടെയാണ് നമ്മൾ ചോദിക്കേണ്ട ഒറ്റ ചോദ്യമേ ഉള്ളൂ. താങ്കൾ തന്ത്രിയെ കുറ്റം പറയുന്നവരോട് ഒറ്റ ചോദ്യം ചോദിക്കുക: ഏത് വകുപ്പിലാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്?
തന്ത്രി ചെയ്ത കുറ്റം എന്താണെന്നാണ് അവര് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇനിയും ശ്രീ മഞ്ജുഷ ചോദ്യം എന്താ അറിയാമോ? തന്ത്രിയെ കുടുക്കി വേറെ ആരെങ്കിലും രക്ഷിക്കാൻ നോക്കുവാണോ? യഥാർത്ഥ ശബരിമല തന്ത്രിയെ കുടുക്കി വേറെ ആരെങ്കിലും അല്ല, അത് വാലിഡ് പോയിന്റ് ആണ്. തന്ത്രിയെ കുടുക്കി എന്നത് ശരിയായ പോയിന്റ് ആണ്. മറ്റേ ആരെങ്കിലും രക്ഷിക്കാൻ പോവുകയാണോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ തന്ത്രിക്ക് മാത്രമല്ല മന്ത്രിക്കും പങ്കുണ്ടെന്നാണ്. അതിനുള്ള ആർജ്ജവുമുണ്ടോ താങ്കൾ? താങ്കൾ എണ്ണി പറയുന്നുണ്ടല്ലോ 1, 2, 3-ാം സ്ഥാനത്താണ് അടക്കമുള്ളവരെ ഇപ്പൊ അറസ്റ്റ് ചെയ്യരുതെന്ന് പറയുന്നത് മനുഷ്യത്വം ഉള്ളത് കൊണ്ടാണ്, ഈശ്വരവിശ്വാസി ആയതുകൊണ്ടാണ്. ഈ 83 വയസ്സ് വന്ന് സ്ട്രോക്ക് വന്ന് കിടക്കുന്ന മനുഷ്യനെ നമ്മൾ ദ്രോഹിക്കരുത്. നാളെ ട്രയലിന്റെ സമയത്ത് ഇദ്ദേഹം തെറ്റ് ചെയ്തു എന്ന് കോടതി കണ്ടെത്തിയാൽ ശിക്ഷിച്ചോട്ടെ. പക്ഷേ ഈ ഘട്ടത്തിൽ, അതായത് ജാമ്യം പോലും നിഷേധിച്ച് പലരും 40-50 ദിവസവും ജയിലിൽ കിടക്കുന്ന ഘട്ടത്തിൽ ഒരു 83-84 വയസ്സായ മനുഷ്യനെ ദ്രോഹിക്കരുതെന്ന് പറയുന്നത് അദ്ദേഹത്തെ എനിക്ക് വ്യക്തിപരമായി പോലും അറിയില്ല. അദ്ദേഹത്തിന് എന്താ പറയുക, നമ്മുടെ മനുഷ്യത്വമാണ്. അതായത് ഈ ഘട്ടത്തിലല്ല, ഇനി വിചാരണ വരട്ടെ, ഇവരാരെങ്കിലും തെറ്റുകാരാണോ എന്ന് തെളിവ് സഹിതം തെളിയിക്കട്ടെ. ഇനി താങ്കളുടെ മാധ്യമത്തിൽ അടക്കം വന്ന കാര്യമാണ്, അതിവിദഗ്ധമായി തന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് അറസ്റ്റ് ചെയ്തതെന്ന്. അതായത് തന്ത്രി മുൻകൂർ ജാമ്യത്തിന് മൂവ് ചെയ്യാതിരിക്കാൻ SIT സ്ഥിരം തന്ത്രിയെ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പം തന്ത്രിയുടെ അറസ്റ്റ് ഒരു മീഡിയ ഡ്രാമയാണ് എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ? ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എന്റെ ബന്ധുവാണ്, ഞാനും അദ്ദേഹവും തമ്മിൽ 100 കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ശബരിമല യുവതി പ്രവേശന കാലത്ത് ഞങ്ങൾ പരസ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും എതിർ നിലപാടുകൾ എടുത്തവരാണ്. അദ്ദേഹത്തിന്റെ സമീപനം എനിക്കും എന്റെ സമീപനം അദ്ദേഹത്തിനും ഇഷ്ടമില്ലാത്ത ആളാണ്. പക്ഷേ ഒരു നിരപരാധി ആണെങ്കിൽ അദ്ദേഹത്തെ കൊടുക്കുന്നത് ശരിയാണോ? അതുകൊണ്ട് കോടതിയുടെ സമീപനം വരട്ടെ. ഇനി കോടതി അദ്ദേഹത്തിനെതിരെ സമീപനം എടുത്താൽ, പരാമർശങ്ങൾ വന്നാൽ നമ്മളെല്ലാം കോടതിയോടൊപ്പം നിൽക്കും. കാര്യം ആത്യന്തികമായി നമുക്കെല്ലാം അയ്യപ്പനാണ് പ്രധാനം, തന്ത്രിയല്ല. പക്ഷെ കോടതി വരുന്നത് വരെ നമ്മൾ ചില മാന്യതയും മര്യാദയും ഈ വിഷയത്തിൽ കാണിക്കണം. കണ്ഠരര് രാജീവർക്കെതിരെ ഇപ്പം പറയുന്ന കാര്യങ്ങളൊന്നും ശക്തമല്ല. അല്ല, ഈ മാന്യതയും മര്യാദയും അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ താങ്കൾ ഇപ്പോഴും ഈ പ്രതിരോധം തീർക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഭരണപരമായി പങ്കില്ല എന്നാണ്. അങ്ങനെ പറയാനേ പറ്റില്ല. ഭരണപരമായ പങ്കുള്ളവർ മാത്രമല്ല ഉൾപ്പെട്ടിട്ടുള്ളത്. ഒന്ന് സെക്യുലർ അഡ്മിനിസ്ട്രേഷൻ, 2 റിലീജിയസ് ആൻഡ് റിച്വലിസ്റ്റിക് ആക്ഷൻസ്, അല്ലെങ്കിൽ മതപരവും ആത്മീയവും ആചാരപരമായ കാര്യങ്ങൾ. തന്ത്രിക്ക് പൂജ, യുവതി പ്രവേശനം, വിശ്വാസം, ആചാരം, മന്ത്രം, തന്ത്രം തുടങ്ങിയ കാര്യങ്ങളിലെ തന്ത്രിക്ക് അധികാരമുള്ളൂ. നേരെ തിരിച്ച് ഉദാഹരണം പറയാം. ശബരിമലയിൽ ഏത് പൂജ നടത്തണമെന്ന് തന്ത്രിക്ക് തീരുമാനിക്കാം. പക്ഷെ ആ പൂജയ്ക്ക് പൂ എവിടെ നിന്ന് മേടിക്കണമെന്ന് തന്ത്രിക്ക് പറയാൻ പറ്റില്ല. ആ പൂജയ്ക്ക് പൂ എവിടെ നിന്ന് മേടിക്കുന്നു എന്ന് തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡാണ്. തന്ത്രിക്ക് ഏത് പൂ വേണമെന്ന് പറയാം, പക്ഷെ പൂ ഏത് ആൾക്കാരിൽ നിന്ന് മേടിക്കണമെന്ന് പറയാൻ പറ്റില്ല. ഇതാണ് ആചാരപരവും അഡ്മിനിസ്ട്രേറ്റീവായ കാര്യത്തിന് വ്യത്യാസം. അപ്പൊ തന്ത്രിയോട് അനുമതി ചോദിച്ചു, തന്ത്രി കൊടുത്തു. അതുകൊണ്ട് തന്ത്രി എങ്ങനെ കുറ്റക്കാരനാകും? അപ്പൊ യഥാർത്ഥത്തിൽ തന്ത്രിയെ കൊണ്ടുവന്ന് ബാക്കി ആരെങ്കിലും രക്ഷിക്കാനാണോ, ശ്രദ്ധ തെറ്റിക്കാനാണോ, അന്വേഷണം ഇവരിലേക്ക് മാത്രം ഒതുക്കി തീർക്കാനാണോ ശ്രമിക്കുന്നതെന്ന് വിശ്വാസികൾ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ? താങ്കൾ പറയുന്ന പോലെയാണെങ്കിൽ അന്വേഷണം ഒരിടത്തും എത്തില്ല. പൂ പോലെയല്ല സ്വർണം എന്നുള്ള കാര്യം കൂടി താങ്കൾക്ക് അറിയാമല്ലോ. തന്ത്രിക്ക് പങ്കുണ്ടെങ്കിൽ മന്ത്രിക്കും പങ്കുണ്ട് എന്ന് പറയാൻ താങ്കൾക്ക് ആർജവുമില്ല. കാര്യം പ്രാസമുള്ള കാര്യങ്ങളെല്ലാം സത്യമാവണില്ല എന്നുള്ളതുകൊണ്ട് ഓൾ ദോസ് ദാറ്റ് റൈം നീഡ് നോട്ട് ബി ട്രൂ എന്ന് പറയാറുണ്ട്. അതായത് പ്രാസം ഒപ്പിച്ച് നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് സത്യമാകണമെന്നില്ല. തന്ത്രിയും മന്ത്രിയും എന്ന് പ്രാസം ഒപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം, പഞ്ച് ഡയലോഗ് അടിച്ചുകൊണ്ട് ഒരു കാര്യം സത്യമാവണമെന്നില്ല. അങ്ങേക്കറിയാലോ, CPM ഗവൺമെന്റ് കള്ളക്കേസിൽ കുടുക്കി 16 ദിവസം ജയിലിലിട്ടൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് വേണമെങ്കിൽ ഇറങ്ങി വന്ന് കടകംപള്ളി സുരേന്ദ്രനും പിണറായി വിജയനുമാണ് ഇതിന്റെ പിന്നിലെന്ന് പറയാം. ഞാൻ പക്ഷേ പറയില്ല. കാര്യം ഞാനൊരു അയ്യപ്പ വിശ്വാസി കൊണ്ടാണ് പറയാത്തത്. കാര്യം കോടതിയുടെ പരാമർശങ്ങളിൽ കടകംപള്ളിക്കെതിരെ യാതൊരു പരാമർശവുമില്ല, മുഖ്യമന്ത്രിക്കെതിരെ പരാമർശമില്ല. അപ്പൊ കോടതി പറയാത്ത കാര്യം ഞാൻ എങ്ങനെയാ പറയുക? എനിക്ക് എന്തെങ്കിലും പോലീസ് സംവിധാനമോ SIT ഉണ്ടോ? കോടതിയുടെ വിവരത്തിൽ ഇതല്ലേ നമ്മൾ എടുക്കുന്നത്. താങ്കൾ ഇപ്പോഴും കോടതിയുടെ ഈ ഒക്ടോബർ, നവംബർ, അതിനു മുമ്പ് സെപ്റ്റംബർ മാസങ്ങളിലെ ഉത്തരവുകളിൽ നിൽക്കുകയാണ്. അതിനും അപ്പുറം അന്വേഷണം പോയി. അത് താങ്കൾ സമ്മതിക്കുന്നില്ല. കാരണം താങ്കൾക്ക് പ്രതിരോധം തീർക്കണം, തന്ത്രിക്ക് വേണ്ടിയെങ്കിൽ താങ്കൾ ആ ഒരു വാദം ഉന്നയിച്ചുകൊണ്ടേ ഇരിക്കും. അത്രേ ഉള്ളൂ. ആ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തെ കുറിച്ച് കോടതിയുടെ പരാമർശങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. ഉദാഹരണം ശ്രീ മഞ്ജുഷ് നോക്കൂ, നാളെ തന്ത്രിക്കെതിരെ കോടതിയുടെ ഭാഗത്തുനിന്ന് പരാമർശം ഉണ്ടായി. ഞാനടക്കം ആരും തന്ത്രിയുടെ ഭാഗത്തു നിന്ന് ന്യായീകരിക്കില്ല. കാര്യം എന്തുകൊണ്ടാ? നമുക്ക് ആർക്കും തന്ത്രിയല്ല, അയ്യപ്പനാണ് വലുത്. പക്ഷേ യഥാർത്ഥത്തിൽ അയ്യപ്പന്റെ സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ തന്ത്രിയെ കരുവാക്കുകയാണോ എന്നൊരു സംശയം തോന്നണ്ടേ? അതായത് അദ്വൈതം സിനിമ, ഇത് പലരും പറയുന്ന ഒരു എക്സാമ്പിൾ ഇതാണ്. അദ്വൈതം സിനിമയിൽ തന്ത്രിയാണ് യഥാർത്ഥത്തിൽ കൊടുക്കുന്നത്. ആ തന്ത്രിയെ കൊടുക്കുന്നതിന്റെ പിന്നിൽ ബാക്കി പല ആൾക്കാരും ഉണ്ട്. അങ്ങനെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്നുകൂടെ നിങ്ങൾ മീഡിയക്കാർ ചോദിക്കണ്ടേ? ഒരു ചോദ്യം ചോദിക്കണ്ടേ, എന്താണ് തന്ത്രിയുടെ കുറ്റം? ശരി, ശ്രീ രാഹുൽ ഈശ്വർ, എന്തായാലും റിമാൻഡ് റിപ്പോർട്ടിൽ അതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതുണ്ടാവുകയും ചെയ്യും. നന്ദി ശ്രീ രാഹുൽ ഈശ്വർ. അദ്ദേഹം താഴമൺ തന്ത്രി കുടുംബാംഗമാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് തന്ത്രിയെ ന്യായീകരിക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശ്രീ MS വേണുഗോപാൽ, താങ്കൾ എങ്ങനെ കാണുന്നു തന്ത്രിയുടെ ഈ അറസ്റ്റിനെ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.